ഹായ് ഫ്രണ്ട്സ്, ക്രാഫ്റ്റ് ആൻഡ് ട്രാവലിൻ്റെ മറ്റൊരു പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കലും സ്വാഗതം. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ വീഡിയോസൊക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ടെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. കാരണം നല്ലൊരു റീച്ച് ഞാൻ കണ്ടു യൂട്യൂബിൽ. ഏകദേശം 23,000 പേര് ഇന്നത്തെ ഒരു കണക്ക് പ്രകാരം ഞാൻ നോക്കിയിട്ട് അത്രയും ആൾക്കാർ കണ്ടിട്ടുണ്ട്. എനിക്ക് വളരെ പേഴ്സണലി നല്ല സന്തോഷമുണ്ട്. അത്രയും പേർക്ക് ഈ വീഡിയോ പ്രയോജനമായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു. കമൻറ്റുകളൊക്കെ വായിക്കുന്നുണ്ട്. ഞങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നത് ഇതുപോലൊരു വ്യത്യസ്ത വീഡിയോയുമായിട്ടാണ്. നമ്മുടെ പറമ്പിലും വീടിൻ്റെ പോർച്ചിലും അങ്ങനത്തെ വീട്ടിൻ്റെ സൈഡിലൊക്കെ നമുക്ക് ശല്യം ചെയ്യുന്നത് നമ്മുടെ വവ്വാലിനെ എങ്ങനെ നമുക്ക് ഓടിക്കാം, അത് വവ്വാൽ വരാതിരിക്കാനുള്ള ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതി, അതാണ് ഞങ്ങൾ ഇന്ന് വീഡിയോയിൽ കൂടെ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോകാം. ഓക്കെ, വാഴയുടെ ഒക്കെ തണ്ടയിൽ നമ്മൾ തൂക്കിയിടുവാണെങ്കിൽ വവ്വാലിൻ്റെ ശല്യം നമുക്ക് നല്ലപോലെ ഒഴിവായി കിട്ടും. വവ്വാലിൻ്റെ ശല്യം ഉണ്ടാകുന്ന പഴങ്ങളൊക്കെ നമ്മുടെ പറമ്പിലുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ തണ്ടയിൽ ഇതൊന്നും തൂക്കിയിട്ടാൽ മതി. ഓക്കെ, നമ്മൾ ഇപ്പം പോർച്ചിലാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. നിങ്ങളുടെ വീട്ടിൽ ഇതുപോലെ ശല്യം ഉണ്ടെങ്കിൽ ഇതുപോലെ തൂക്കിയിട്ടാൽ ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചെടി കിട്ടിയില്ലെങ്കിൽ വേണമെങ്കിൽ തൊട്ടാവടിയുടെ ഇല ഉപയോഗിക്കാം. അത് പക്ഷേ ഞാൻ നോക്കിയിട്ട് അത്രയ്ക്ക് എഫക്റ്റീവ് ആയിരിക്കണമെന്നില്ല, കാരണം അതിന് മുള്ള് കുറച്ച് കുറവാണ്.
അപ്പം വേണമെങ്കിൽ നിങ്ങൾക്ക് അത് ഉപയോഗിച്ച് ഒന്ന് പരീക്ഷിച്ച് നോക്കാം. ഞങ്ങൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞങ്ങളുടെ പഴമക്കാരൊക്കെ പറഞ്ഞ ഒരു അറിവ് പ്രകാരമാണ് ഞങ്ങൾ ചെയ്ത് നോക്കുന്നത്. അവർ പറഞ്ഞ ഭയങ്കര റിസൾട്ടാണ് നമുക്കിത് വെച്ച് കിട്ടുന്നതാണ് പറയുന്നത്. പിന്നെ ഇതറിയാവുന്ന പല ആൾക്കാരും നമ്മുടെ ഇടയ്ക്ക് കാണുമായിരിക്കും. ഞാൻ കൂടുതലും ചെയ്യുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അത് ഈ ഒരു അറിവ് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക. അതോടൊപ്പം ഞങ്ങളുടെ ചാനൽ ഇതുവരെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ആ ബെല്ലൈക്കൺ കൊണ്ട് നിങ്ങൾ എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞങ്ങൾ പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് മറ്റൊരു ദിവസം ഒരു വ്യത്യസ്ത വീഡിയോ കണ്ട് കണ്ടുകൊണ്ട് അതുവരെ ക്യാമറ ജോലിനോടൊപ്പം ദിസ് 7 സൈനിങ് ഓഫ്.